ഹലോ, എല്ലാവർക്കും നമസ്കാരം. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമം മഹത്വീകരിക്കപ്പെടട്ടെ. ഇന്ന് സൺഡേ ആണല്ലോ. ഇന്ന് പള്ളിയിൽ പോയി അവിടെ ഏവൻഗേലിയൻ വായിച്ചൊരു ഭാഗമാണ് ഞാൻ നിങ്ങളോട് ബൈബിൾ മെസ്സേജായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇന്ന് വായിച്ചത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിലാണ്. അതുപോലെ 19 തൊട്ട് 23 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു പ്രമാണി യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് ഒരു പ്രമാണി അവനോട്, നല്ല ഗുരു, ഞാൻ നിത്യജീവനെ അവകാശമാക്കേണ്ടതിന് എന്തു ചെയ്യണം എന്ന് ചോദിച്ചു. യേശുവിനോട് ചോദിക്കുകയാണ്, ഞാൻ നിത്യജീവനെ അവകാശമാക്കുവാൻ എന്ത് ചെയ്യണം എന്നു ചോദിച്ചു. അതിന് യേശു എന്താണ് ഉത്തരം പറഞ്ഞത്? എന്നെ നല്ലവൻ എന്ന് പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ വേറെ ആരുമില്ല. അപ്പോൾ ദൈവം പറഞ്ഞത് ദൈവം മാത്രമാണ്. പുത്രൻ നല്ലവനല്ലെന്നല്ല പറഞ്ഞ്, പിതാവും പുത്രനും പരിശുദ്ധരുഹായുമായ ത്രിയേക ദൈവമല്ലാതെ വേറൊരു നല്ലവൻ ഇല്ല എന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്. വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നീ കൽപ്പനകളെ നീ അറിയുന്നുണ്ടല്ലോ. 10 കൽപ്പനകൾ ദൈവം തന്നിട്ടുണ്ട്. ആ കൽപ്പനകളെ നീ അറിയുന്നുണ്ടല്ലോ എന്ന് കർത്താവ് അവനോട്, ആ പ്രമാണിയോട് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞ എന്താണ്? ഞാൻ ചെറുപ്പം മുതലേ ഇതെല്ലാം പാലിച്ചു വരുന്ന ഒരാളാണ്. ഞാനിതെല്ലാം പാലിച്ചു വരുന്ന ഒരാളാണ്. യേശു അത് കേട്ടിട്ട്, നിനക്കൊരു കുറവുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നിട്ട് നീ എന്നെ അനുഗമിക്കുക എന്ന് കർത്താവ് പറഞ്ഞു. എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും. അപ്പോൾ അവൻ ഒത്തിരി ധനികനായിരുന്നു. ഹി വാസ് എ റിച്ച് മാൻ. അപ്പോൾ അവന് ആ സമ്പത്തിനെയൊക്കെ ഓർത്തിട്ട് ഇതൊക്കെ വിറ്റ് പോയാൽ എന്തു ചെയ്യും? ആ സമ്പത്തിനെക്കുറിച്ചുള്ള ആദി കൊണ്ട് അവൻ വളരെ വിഷമിച്ച് അതിദുഃഖിതനായി തീർന്നു. യേശു അവനെ കണ്ടിട്ട് എന്താണ് പറഞ്ഞത്? സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴിയിൽ കൂടി കടക്കുന്നത് എളുപ്പം എന്ന് കർത്താവ് പറയുകയാണ്. അപ്പോൾ സമ്പത്തുള്ളവൻ ദൈവരാജ്യത്തിൽ ആ സമ്പത്തുകളെ അവന് സമ്പത്തിനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ്. അവനെ മറ്റുള്ളതിനേക്കാൾ കൂടുതൽ അവന് സമ്പത്തിനെ സ്നേഹിക്കുന്ന മനുഷ്യനായതുകൊണ്ടാണ് അവനങ്ങനെ സാധിച്ചത്. അപ്പോൾ സമ്പത്തുള്ളവർ നമ്മുടെ നിക്ഷേപങ്ങളെപ്പോഴും സ്വർഗത്തിൽ തന്നെ വേണം. നമ്മൾ തുരുമ്പും പുഴുവും ഒക്കെ കുത്തിക്കളയുന്ന ആ സമ്പത്തിനെയല്ല നമ്മൾ സ്വർഗത്തിൽ സ്വസ്ഥമായിട്ട്, തുരുമ്പും പുഴുവും ഒന്നും ഇല്ലാത്തൊരു നിക്ഷേപമായിരിക്കും നമുക്ക് സ്വർഗത്തിൽ വേണ്ടത്. നമ്മൾ സ്വർഗത്തിൽ നിക്ഷേപിക്കുക അപ്പോൾ അത് നമുക്കെന്നും നമ്മുടെ കർത്താവ് പറഞ്ഞു, നിൻ്റെ ഒരു ഗ്ലാസ് വെള്ളം നീ എൻ്റെ പേര് നീ ആർക്കെങ്കിലും കൊടുത്താൽ അതിന് പ്രതിഫലമുണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കും നമുക്ക് പ്രതിഫലമുണ്ട്. നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നതും. യെശയ്യാവിൻ്റെ 58-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, രക്ഷിപ്പാൻ കഴിയാത്തവണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാത്തവണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടില്ല. നമ്മുടെ അകൃത്യങ്ങളത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങളത്രേ അവൻ കേൾക്കാതെ കൊണ്ട് അവൻ്റെ മുഖത്തെ നിങ്ങൾ മറയ്ക്ക് വെച്ചിരുന്നു. നിങ്ങളുടെ കൈയിൽ രക്തം കൊണ്ടും നിങ്ങളുടെ വിരലുകൾ അകൃത്യം കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ അധരങ്ങൾ ഫോഴ്സ്ക്ക് സംസാരിക്കുന്നു. നിങ്ങളുടെ നാവ് നീതികേട് ജപിക്കുന്നു. ഒരുത്തിന് നീതിയോടെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ദൈവത്തിൻ്റെ മുമ്പിൽ എണ്ണപ്പെട്ടതാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ വാക്കുകളും പ്രവൃത്തികളും ദൈവമുമ്പാകെ എണ്ണപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ നിത്യജീവനെ പ്രാപിക്കാൻ തക്കവണ്ണം നമ്മളുടെ നിക്ഷേപങ്ങൾ സ്വർഗത്തിൽ ഉണ്ടാക്കണം. ഒരു യെശയ്യായുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഒരുത്തനെ വിശക്കുന്നുവെങ്കിൽ അവന് കഴിക്കാൻ കൊടുക്കുക. ഒരുത്തന് ആഹാരമില്ലെങ്കിൽ, അവന് ആഹാരമില്ലാത്തവനാണെങ്കിൽ
നിങ്ങളെ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് അവന് ആഹാരം കൊടുക്കുക. ഒരുത്തൻ നഗ്നനാണെങ്കിൽ അവന് ഉടുക്കാൻ കൊടുക്കുക. 59-ാമത്തെ യെശയ്യാന പ്രവർത്തനമാണ് രക്ഷിപ്പാൻ കഴിയാതെ നമ്മൾ പ്രാർത്ഥന. 59 യെശയ്യാവിൻ്റെ 59 1 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങളാണ് നമ്മളിപ്പോൾ വായിച്ചത്. പിന്നെ 58-ാമത്തെ വാക്യത്തിൽ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഇതാ എനിക്കിഷ്ടമുള്ള ഉപവാസം എന്താണെന്ന് ദൈവം പറയുന്നുണ്ട്. നിങ്ങൾ വേഴാമ്പലിനെ പോലെ തലകുനിച്ചിരിക്കുകയും നിങ്ങൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അങ്ങനെ വളരെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ അവരുടെ മുമ്പാകെ വേഴാമ്പലിനെ പോലെ തലകുനിച്ച്, അതൊന്നുമല്ല നമ്മുടെ ഉപവാസം. ദൈവത്തിൻ്റെ ഉപവാസം എന്ന് പറയുന്നത് വിശപ്പുള്ളവന് നിൻ്റെ അപ്പം മുക്കി കൊടുക്കുകയും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സാധുക്കളെ നിൻ്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുകയും ചെയ്യുന്നു. നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിൻ്റെ മാംസരക്തങ്ങൾ ആയിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുന്നതുമാണ്. അപ്പോൾ നിങ്ങളുടെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കുന്നവരുടെ മുറിവുകൾ വേഗത്തിൽ പൊറുതി വരും. നിങ്ങളുടെ നീതി നിങ്ങൾക്ക് മുമ്പായിട്ട് നടക്കും. യഹോവയുടെ മഹത്വം നിൻ്റെ പിമ്പടയാകുമെന്ന് യെശയ്യാവിൻ്റെ പുസ്തകത്തിലെ 58-ാമത്തെ അധ്യായത്തിൽ 8 തൊട്ട് 9-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നിക്ഷേപങ്ങളെ ദൈവമുമ്പാകെ നമ്മൾ സ്വർഗത്തിലെ നിക്ഷേപങ്ങളാക്കി മാറ്റുക. നമ്മുടെ ഓരോ പ്രവൃത്തികളും നമ്മുടെ നിക്ഷേപങ്ങളാണ്. നമ്മൾ ചെയ്യുന്ന വാക്കുകളും പ്രവൃത്തികളും സൽപ്രവൃത്തികളും എല്ലാം ദൈവമുമ്പാകെ നമ്മുടെ നിക്ഷേപങ്ങളാക്കി സ്വർഗത്തിൽ സൂക്ഷിക്കും. നമുക്ക് നിത്യജീവനെ പ്രാപിക്കാൻ നമുക്ക് അവകാശികളായിത്തീരും. സ്വർഗത്തിലെ നിക്ഷേപങ്ങൾ, അതിന് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും നമുക്ക് അവിടെ പ്രതിഫലമുണ്ട്. ഓരോ പ്രവൃത്തികളും വാക്കുകളും എല്ലാം ദൈവമുമ്പാകെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിന് മുമ്പാകെ നമുക്ക് പ്രതിഫലമുണ്ട്. അങ്ങനെയാണ് നമ്മൾ നിത്യജീവനെ പ്രാപിക്കേണ്ടത്. നമ്മൾ പ്രമാണി വളരെയധികം ധനികനായതുകൊണ്ട് ഇതെല്ലാം കർത്താവ് പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ അതിദുഃഖിതനായി അയാൾ മടങ്ങിപ്പോയി. അന്നേരമാണ് കർത്താവ് പറയുന്നത്, ധനവാൻ സ്വർഗത്തിൽ കയറുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതിനേക്കാളിൽ ഒട്ടകം സൂചിക്കുഴിയിൽ കൂടി കടക്കുന്ന വളരെ എളുപ്പമുള്ള കാര്യമാണ്. അങ്ങനെയാണ്. അതിനേക്കാൾ എത്രയോ നല്ലതാണെന്നാണ് കർത്താവ് പറയുന്നത്. ഒട്ടകം ഒരിക്കലും സൂചിക്കുഴിയിൽ കൂടി കടക്കുകയില്ല. അപ്പോൾ അതിനൊരുപമയാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ ധനികനായുള്ളവർക്ക് അവരുടെ ധനത്തെക്കുറിച്ചാണ് അവലാതിയാണ്. അവരുടെ ധനം, ഓരോ ആൾക്കാർക്കും ധനം കൂട്ടി വെക്കണമെന്നാണ് അവലാതി. എത്ര കിട്ടിയാലും മതി വരാത്ത ചില അത്യാഗ്രഹികളായ സഹോദരന്മാരുണ്ട്. മറ്റുള്ളവരെ പിടിച്ചു പറിച്ചെടുക്കുന്ന അത്യാഗ്രഹികളായ സഹോദരന്മാരുണ്ട്. എത്ര കിട്ടിയാലും മതിയാകാതെ സഹോദരങ്ങളുടെയും അവരുടെ ആൾക്കാരുടെ എല്ലാം സ്വത്ത് നല്ല തരത്തിൽ കൂടെ സമ്പാദിക്കുന്ന ഒരു പ്രവണതയുള്ള സഹോദരന്മാരുണ്ട്. അവരൊന്നും സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല, നിത്യജീവനെ അവകാശമാക്കാൻ സാധിക്കുകയില്ല. സമ്പത്തിനെ സ്നേഹിക്കുന്നവനൊന്നും നിത്യജീവനെ അവകാശമാക്കുവാൻ സാധിക്കുകയില്ല. അപ്പോൾ നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ വാക്കുകളും പ്രവൃത്തികളുമൊക്കെയാണ് നമ്മളൊക്കെ സ്വർഗത്തിൽ നമുക്ക് നിക്ഷേപങ്ങൾ ഉണ്ടാക്കുന്നത്. സ്വർഗത്തിലെ നിക്ഷേപമാണ് ഏറ്റവും വലുത്. നമ്മൾ നിത്യജീവനെ പ്രാപിക്കാൻ തക്കവണ്ണം നമ്മുടെ സ്വർഗത്തിൽ എല്ലാവരും നിക്ഷേപം വയ്ക്കുവാൻ ശ്രമിക്കുക. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ദൈവം ശുഭമായിരിക്കട്ടെ, ദൈവം നമ്മളെ കടാക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാക്ക് ഉപസംഹരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.